എങ്ങനെയായിരിക്കും? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1 സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു നീക്കും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം തിരുവചനത്തിൽ കേട്ടതുപോലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞ മരണമെന്ന 3 വാക്കുകൾ ഇല്ലാതാകുന്നത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലാണ്. അവിടെ പറയുന്ന ഇനിയും മരണമെന്ന ഒരു കാര്യം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞാൽ ഡിക്ഷണറിയിൽ അങ്ങനെ ഒരു വേർഡിനെയും കാണുവാൻ കഴിയാത്ത ഒരു കാലം വരുന്നു. നമ്മുടെ കർത്താവ് നിത്യതയിൽ നമ്മളോടുകൂടെ വാഴുന്ന കാലം. ആ കാലത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തി ആ ദിവ്യമായ പ്രത്യാശയോടുകൂടെ ഈ ഭൗതിക ശരീരം ഇവിടെ നമുക്ക് സംസ്കരിക്കാം. വീണ്ടും വരുമെന്നുള്ള അപ്രത്യാശയാൽ നിറഞ്ഞവരായിട്ടാണ് നാം നിൽക്കുന്നത്. ഈ പ്രത്യാശയിൽ നമ്മുടെ തോമസ് ബ്രദർ ഉയർത്തിവരുത്തേറ്റും വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതുവരെ പ്രിയപ്പെട്ടവനെ വിശ്രമിക്കുവാൻ ദൈവം തൻ്റെ വചനപ്രകാരം തൻ്റെ കൽപ്പനയാൽ ഒരുക്കപ്പെട്ട സ്ഥലമാണ് ഈ കല്ലറ അല്ലെങ്കിൽ ഈ ശവക്കുഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുന്ന ദിവസം വരും. പ്രിയ തോമസ് ബ്രദറിനെ വിശ്രമിക്കാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയിരിക്കുന്ന അവസരമാണിത്. വർഷത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയ സഹോദര, നീ പോയി വിശ്രമിച്ചിരിക്കുക. കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരുന്നത് വരെ നീ വിശ്രമിക്കേണ്ടതിന് നിന്നെ പൂഴിയിൽ നിന്നും മണ്ണിൽ നിന്നും എടുത്തിട്ടുള്ളതാകയാൽ നിന്നെ ഞങ്ങൾ മണ്ണിനും പൂഴിക്കുമായി തീർപ്പിക്കുന്നു. പ്രഭാകാശമപ്പുറം തുടിയിടുമ്പോൾ പുലർവിളിക്കും നേരം കാണും ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്താൽ പാതരത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ നേരം കാണും
honor and praise this afternoon. Lord, we thank you for a life that is well lived on this earth. Lord Jesus, we praise your holy name. For you saved and redeemed our brother Zachariah. And you made him hallelujah. Because you said, whoever believes in me shall never die. Even though he dies, he shall live again. Because you said, I am the resurrection and the life. Hallelujah. Lord Jesus, we thank you for the life eternal that we have through your son Jesus. Lord God, presence this afternoon. Amen. Lord God, we especially pray for the bereaved family, for our dear sister, children, and the extended family. Lord, bless and each